CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തുറന്ന് പെരിന്തൽമണ്ണ നഗരസഭ ഗേൾസ് സ്കൂളിൽ ജില്ലയിലെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ലാബ് സജ്ജമാക്കി. നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യംഭാവ് ആര്യനമ്പി ക്ഷേത്രത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ദേശീയപാതയിൽ നിന്നും കോട്ടോപ്പാടം റോഡിലേക്കും തിരിച്ചും ഒരേ സമയം വാഹനങ്ങൾ തിരിയുന്നതും വരുന്നതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്ത്. ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്രം മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്രം മിഷൻ രണ്ടാം ഘട്ടം ലക്ഷ്യമിടുന്നത്. ഒരു പരിധിവരെ അത് നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ, വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസ നിയമം, ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസ്സാക്കിക്കൊണ്ട് നമ്മൾ അതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇടവണ്ണയിൽ ഇവിടെ എത്തുമ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ നോക്കൂ, നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടു. അതുമാത്രമല്ല, നമുക്കിവിടെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡേ കെയർ കീമോ നൽകപ്പെടുന്ന ഒരു ക്യാൻസർ കെയർ സെൻ്ററും വളരെ മികച്ച നിലയിൽ നടത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ കൂടുതലായി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരാളും രോഗത്തിൻ്റെ മുന്നിൽ നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല. നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ നമ്മുടെ ശരാശരി ആയുസ് ഒരു 40 വയസ്സിന് മുകളിലാണ്, 40-45 വയസ്സ്. 15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി 5.75 കോടി രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. OP ഫാർമസി, വിഷൻ സെന്റർ, അഡോളസൻസ് കൗൺസിലിംഗ് സെന്റർ, പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും. ആശുപത്രി പരിസരത്തു നടന്ന ചടങ്ങിൽ PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. CCN മലപ്പുറം. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തുറന്ന് പെരിന്തൽമണ്ണ നഗരസഭ ഗേൾസ് സ്കൂളിൽ ജില്ലയിലെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ലാബ് സജ്ജമാക്കി. നഗരസഭ ചെയർപേഴ്സൺ P ഷാജി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഈ ലാബ് വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ മേഖലകളിൽ സംവേദനാത്മക സിമുലേഷനുകളും ആപ്ലിക്കേഷനുകളും സൃഷ്ടിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും സഹായിക്കും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിന് പറ്റുന്ന രീതിയിലുള്ള കോച്ചിങ്ങും
മറ്റും സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ നടത്തപ്പെടും. ഇത് എന്തായാലും ഭാവിയിൽ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം വരുന്ന ജനറേഷൻ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ എല്ലാ സ്കൂളുകളിലും തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു കാൽവയ്പായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഇതിന് നമുക്ക് ചെയ്തു തന്ന നഗരസഭയോട് പ്രത്യേകം നന്ദി ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അറിയിക്കുകയാണ്. ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടറുകൾ, AR, VR ഹെഡ്സെറ്റുകൾ, വികസന പ്ലാറ്റ്ഫോമുകൾ എന്നിവ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സിദ്ധാന്ത പഠനവും പ്രായോഗിക പരിജ്ഞാനവും തമ്മിലുള്ള അന്തരം നികത്താനും 3D മോഡലിംഗ്, ഗെയിം വികസനം തുടങ്ങിയ മേഖലകളിൽ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഇത് സഹായകമാകും. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ AR ലാബ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ വിദ്യാർത്ഥികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, മാറി വരുന്ന കാലം, ഈ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരുപാട് മാറ്റം വന്നു. ആ മാറ്റം എന്ന് പറഞ്ഞത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, പ്രവചിക്കാൻ പോലും പറ്റാത്ത അത്ര വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് AI രംഗത്തൊക്കെ, ഈ AI ഒക്കെ ഇത്രയധികം ജനകീയമായ ഒരു കാലത്ത് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആണ്. ആ കുട്ടികൾക്ക് കൂടി ഈ സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാകണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ AR ലാബ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ ബോയ്സ് സ്കൂളിൽ കൂടി അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സൺ A. നസീറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. GGVHSS പ്രിൻസിപ്പൽ CM ലത സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി JR ലാൽകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാരായ സക്കീന സയ്യിദ്, സീനത്ത്, P. ഷാഹുൽ, ഹമീദ്, ഷെർലിജ, PTA പ്രസിഡന്റ് മനോജ് മുല്ലശ്ശേരി, മുൻ PTA പ്രസിഡന്റ് കിനാദിയിൽ സ്വാലിഹ്, MPTA പ്രസിഡന്റ് സക്കീന സത്താർ, VHSC പ്രിൻസിപ്പൽ വിജീഷ്, ഹെഡ്മിസ്ട്രസ് TK കുൻസു എന്നിവർ പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി KT ഷാജിമോൻ നന്ദിയും പറഞ്ഞു. ഈ ഒരു ടെക്നോളജിയുടെ കാലത്ത് AR ലാബ് സ്കൂളിന് പ്രൊവൈഡ് ചെയ്തതിലും അത് കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത്രയും ഇതായിട്ട് സ്കൂള് ഡെവലപ്പ് ചെയ്യുന്നതും ഓരോ കാര്യം കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, അതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ സ്കൂളത്തെ AR ലാബിൻ്റെ ഇനാഗ്രേഷനാണ്. യൂണിയനിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു AR ലാബ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ടെക്നോളജി ഭയങ്കര ഇല്ലാതെ പറ്റൂല. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു റോബോട്ടിക്സ് ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ലാബ്. CCN പെരിന്തൽമണ്ണ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിന് സമീപം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ദേശീയപാതയിൽ നിന്നും കോട്ടപ്പാടം റോഡിലേക്കും തിരിച്ചും ഒരേ സമയം വാഹനങ്ങൾ തിരിയുന്നതും വരുന്നതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്ത്. സംസ്ഥാന പാതയിൽ നിന്നും ദേശീയപാതയിലേക്ക് കോട്ടപ്പാടം ലിങ്ക് റോഡ് ചേരുന്ന ഈ ഭാഗം വാഹനങ്ങൾക്ക് അപകടക്കെണിയായി മാറിയിരിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് റോഡ് സംഗമിക്കുന്ന ഈ ഭാഗം അപകട മേഖലയായി മാറിയിട്ടും അധികൃതർ വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ല. അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്ന് പാതയോരത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കാൻ പോലും ആളുകൾ ഭയക്കുകയാണ്. ലിങ്ക് റോഡിന്റെ എതിർദിശയിലാണ് ആര്യനബി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സീബ്ര ലൈൻ പോലും ഇല്ലാത്തതിനാൽ ക്ഷേത്രത്തിലേക്കും കടകളിലേക്കുമുള്ള യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലാണ്. ആരാധനാലയവും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുള്ള തിരക്കേറിയ ഭാഗമായിട്ടും പാതയുടെ നവീകരണത്തിന് ശേഷം സീബ്ര ലൈൻ അടയാളപ്പെടുത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഈ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡുകളും ഡിവൈഡറുകളും സ്ഥാപിച്ച് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കാൻ അധികൃതർ ഉടൻ തയ്യാറാവണമെന്ന് പൊതുപ്രവർത്തകൻ KG ബാബു ആവശ്യപ്പെട്ടു. KTDC ആര്യമ്പാവിലുള്ള യാത്രിനിവാസ് അല്ലെങ്കിൽ KTDCയുടെ അവിടെ നിന്നുള്ള വളവ്, ആ ഇറക്കം, അതും കോട്ടോപ്പാടത്ത് നിന്ന് വരുന്ന ആര്യമ്പാവ് റോഡും തമ്മിൽ സംഗമിക്കുന്ന ഈ ഭാഗത്ത് നിരവധി തവണയായി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാത്രമല്ല, ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വണ്ടികൾ അതിവേഗത്തിലാണ് പാഞ്ഞു വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അവിടെ ഒരു സീബ്ര ക്രോസിങ് ഇട്ട് തരേണ്ടതാണ്. ഹൈവേ അന്ന് റോഡ് പണി നടന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ആ രണ്ട് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലമാണ്.
മാത്രമല്ല നിരന്തരമായ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്ന റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അടിയന്തരമായ അവിടെ ഒരു സീബ്ര ക്രോസിംഗ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരേണ്ടതാണ്. അതുമാത്രമല്ല ഈ KTDCയുടെ ഭാഗത്തുനിന്ന് അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് കോട്ടോപ്പാടത്തേക്ക് വണ്ടികൾ തിരിച്ചു പോകുമ്പോഴൊക്കെ അപകടങ്ങൾ പതിവായി വരികയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഹൈവേയുടെ ബാധ്യതയാണ്. ഹൈവേ അധികൃതർ അതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCN ചത്തല്ലൂർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ കൃഷിഭവനുകളുടെയും നേതൃത്വത്തിൽ പരമ്പരാഗത കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് കിസാൻ മേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നിലവിലുള്ള കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം കാലാവധി അവസാനിക്കാൻ ആഴ്ചകളോ ദിവസങ്ങളോ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് തുടർച്ചയായി നടത്തിവരുന്ന കാർഷിക രംഗത്തെ ഇടപെടലുകളുടെ ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മറ്റെന്ത് ഉപേക്ഷിച്ചാലും മനുഷ്യന് കൃഷി ഉപേക്ഷിക്കാനാവില്ല. ഇന്റർനെറ്റിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ഉപയോഗം മനുഷ്യ ജീവിതത്തിന് ഏറെ സഹായകരമാകുന്ന ഒരു കാലത്തും ലോകത്തും അത് നൽകുന്ന തൊഴിൽ സാധ്യതകളും മെച്ചപ്പെട്ട ജീവിതവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മനുഷ്യനെന്ന ജീവിക്ക് നിശ്ചയമായും കൃഷിയെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനം സാധ്യമാകില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് കാർഷിക മേഖലയിൽ ഇടപെടാനാവുക? പഴയ തലമുറയെ മാത്രമല്ല പുതിയ തലമുറയെയും എങ്ങനെയാണ് നമുക്ക് ആകർഷിക്കാനാവുക എന്നതെല്ലാം ഈ മേളയുടെ ഭാഗമായി നിശ്ചയമായും ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്നതിനായി മേളയുടെ ഭാഗമായി ഡ്രോൺ, കൃത്യത കൃഷി, ഓൺലൈൻ മാർക്കറ്റിംഗ്, ജൈവ കൃഷി, കൂൺ കൃഷി എന്നീ വിഷയങ്ങളെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിച്ചു. മേളയോടനുബന്ധിച്ച് ഒരുക്കിയ വിവിധ സ്റ്റാളുകളിൽ ഫലവൃക്ഷ തൈകൾ, അലങ്കാര സസ്യങ്ങൾ, കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു. ചടങ്ങിൽ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ രാമചന്ദ്രൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ, കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സേതാലി എന്നിവർ പങ്കെടുത്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KV ശ്രീജ സ്വാഗതവും ശ്രീകൃഷ്ണപുരം കൃഷി ഓഫീസർ നിമിത നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. CPM നേതാക്കളായിരുന്ന KV സുബ്രഹ്മണ്യൻ, ശ്രീകുമാരൻ എന്നിവരുടെ 3ാം അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് CPM തച്ചനാട്ടുകർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചത്തല്ലൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. C. സുദർശനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ആരോടും ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കാൻ ഒരു മടിയും ആ സ്വഭാവം കാണിച്ചിരുന്നില്ല. പല ഘട്ടങ്ങളിൽ അത്തരം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും പരത്തി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സഹസംഘടനാ പ്രവർത്തനത്തിന്റെ ഒക്കെ ഘട്ടങ്ങളിലാണ് തച്ചനാട്ടുകരയിലെ പല പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തനം നടത്താൻ ഒട്ടേറെ തടസ്സങ്ങൾ ഉയർന്നു വന്നാണ്. കായികമായ ആക്രമണങ്ങൾ പോലും ഉയർന്നു വന്നിട്ടുള്ള പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ബഷീറിന്റെയൊക്കെ വീടിന്റെ പ്രദേശത്തൊക്കെയുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനന്ന് ഓർമ്മിക്കുകയാണ്. ആ കാലത്ത് പ്രധാനപ്പെട്ട ശാരീരിക ആക്രമണങ്ങളായി പല മേഖലകളിലും ഉയർന്നു വന്നതും ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ ശരിയായി മനസ്സിലാക്കി അതിനെതിരായി ഉയർന്നു വരുന്ന ഏത് ആക്രമണത്തിനെയും പ്രതിരോധിക്കാൻ സഖാക്കളോടൊപ്പം നിന്നു. അതെല്ലാവരുടെയും കടമയാണെന്ന് മനസ്സിലാക്കി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സഖാവ് KVS എന്ന് അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. CPM ഏരിയ കമ്മിറ്റി അംഗം M. ചന്ദ്രൻ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ K. രാമചന്ദ്രൻ, N. രാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. CCN ചത്തല്ലൂർ. പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് തല കൺവെൻഷൻ നടന്നു. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയിൽ ആരെങ്കിലും ഒരാൾ വന്നാലും പിന്നെ ഓനെ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കാന്ന് എല്ലാവരും പറയാം. അസീസ് വന്നപ്പോൾ എന്റെ സംഘടന പ്രവർത്തനം അസീസ് അമേരിക്ക ഞാൻ വെറുതെ പോയില്ല. അയാൾ ഇന്നലെ വരെ കോൺഗ്രസ് അല്ലല്ലോ, ഇന്നലെ വന്നിട്ട് എന്നെ പ്രസിഡന്റായി ചോദിച്ചവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അസീസ് പ്രസിഡന്റായി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മണ്ണാർക്കാട് കോൺഗ്രസിന് ഒരു ഉണർവുണ്ടായതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം അല്ലേ. ഇന്നലെ പോലും നടത്തിയ പ്രകടനം
അതിനൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം. കോൺഗ്രസിൽ ഈ സിസ്റ്റത്തിൻ്റെ ഒരു തകരാറ് കുറച്ച് കാലമായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് നമ്മളെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ്. പ്രവാസികൾ എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ നല്ല വസന്തകാലം മുഴുവൻ ആ മലയാളത്തിൽ പോയി തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് അതോടൊപ്പം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും പ്രവർത്തിക്കുകയും തിരിച്ചു വന്നിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവാസികളെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം കേരളത്തിന്റെ സമ്പത്ത് പണ്ട് നമ്മുടെ നാട്ടിൽ കൃഷിയായിരുന്നു അല്ലേ. പ്രവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് കൺവെൻഷൻ ചേർന്നത്. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഇപ്പു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ട്രഷറർ നൌഫൽ താളിയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. മിസ് കേരള 2025-26 ടീൻ ഫാഷൻ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ദാന അമീനെ ചടങ്ങിൽ അനുമോദിച്ചു. CCN ചത്തല്ലൂർ. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനായി സംഘടിപ്പിച്ച വികസന സദസ് ശ്രദ്ധേയമായി. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏതാണ്ട് ഒരു വാർഡിൽ ഒരു വായനശാല എന്ന നിലയിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ വിചാരിക്കും വായനശാല ഉണ്ടായിട്ട് എന്താ കാര്യം, അത് എന്താണ് വികസനത്തിൽ പങ്കുവഹിക്കുന്നത്? മനുഷ്യന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ക്ഷീണം വന്നാൽ കിടന്നുറങ്ങണം, അവരവരുടെ ശരീരത്തിന്റെ നഗ്നത മറയ്ക്കുന്നതിന് വസ്ത്രം വേണം. ഇതെല്ലാം നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങളാണ്. അത് മാത്രമായാൽ നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ ഇവിടെ ഒരു യോഗ ഡാൻസ്, ഒരു 4 മിനിറ്റ് നേരത്തെ ഒരു യോഗ ഡാൻസ് ഇവിടെ ഉണ്ടായി. ആ ഡാൻസിൽ പങ്കെടുത്തവർക്ക് ഒരു സന്തോഷം, ആ പരിപാടി ഇവിടെ നടത്തിയപ്പോൾ കിട്ടുന്ന സന്തോഷമാണ്. നമുക്കത് നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയ സന്തോഷമാണ്. മനുഷ്യന് അംഗീകരിക്കപ്പെടാനുള്ള സ്വാഭാവികമായുള്ള താല്പര്യമുണ്ട്. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക എന്നത് ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ അവകാശമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസന സദസ്സുമായി ബന്ധപ്പെട്ട് വിവിധ തരം പ്രദർശനങ്ങളും മത്സരങ്ങളും അരങ്ങേറി. ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് മത്സരം സംഘടിപ്പിച്ചു. കൂടാതെ ICDSന്റെ നേതൃത്വത്തിൽ വിവിധ തരം ഭക്ഷണ പ്രദർശനവും യോഗ ഡാൻസും നടന്നു. സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും വിവിധ വികസന പദ്ധതികളുടെ പ്രദർശനവും സദസ്സിൽ ഉണ്ടായിരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീധരൻ, മൊയ്തീൻകുട്ടി, ബ്ലോക്ക് മെമ്പർ അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ, കുഞ്ചൻ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി പി ആഷിഫ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കോഡൂർ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ അടങ്ങിയ വികസന രേഖ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോഡും അല്ലെങ്കിൽ തോടും വെള്ളവും വെളിച്ചവും ഒക്കെ ആണെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പ്രാദേശിക തലത്തിൽ പുതിയ ആശയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ തലമുറകളിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിഷൻ 500 എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ കൊടൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നമ്മൾ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള പരിശീലന പരിപാടികൾ നൽകി അതിന് ഏകദേശം 200 കുട്ടികളെ നമ്മളതിൽ തയ്യാറാക്കി കൊടുത്തു എന്നുള്ളത്. ഇതൊക്കെ പുതിയതായിട്ടുള്ള ഒരു വഴിയൊരുക്കലാണ് എന്നുള്ളതാണ്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം ഷിഹാബ് അരീക്കത്ത് അധ്യക്ഷനായി. പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ അടങ്ങിയ വികസന രേഖ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. പഞ്ചായത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനങ്ങൾക്കായി 10.38 കോടി രൂപയാണ് ചിലവഴിച്ചത്. പഞ്ചായത്തിന്റെ നൂതന ആശയങ്ങളുടെ ഭാഗമായി GRCയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളും വയോജനക്ഷേമത്തിനായി വയോജന പാർക്ക്, ഉല്ലാസയാത്ര തുടങ്ങിയ പദ്ധതികളും, പെൺകുട്ടികൾക്കായി അടർ പദ്ധതി, പട്ടികജാതി
പട്ടികജാതി വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ, ബഡ്സ്, കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ, തൊഴിൽ മേളകൾ, ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 66 കോടി രൂപ ചെലവിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായി പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ആസിയ കുന്നത്ത്, ഫാത്തിമ വട്ടോളി, അംഗങ്ങളായ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് മോഹൻ പരിപാടിയുടെ വിശദീകരണം നിർവഹിച്ചു. JD ജൂനിയർ സൂപ്രണ്ട് ഹേന റിപ്പോർട്ട് ക്രോഡീകരണം നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി B ബിന്ദു നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരാളും രോഗത്തിന് മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തുറന്ന് പെരിന്തൽമണ്ണ നഗരസഭ ഗേൾസ് സ്കൂളിൽ ജില്ലയിലെ ആദ്യത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ലാബ് സജ്ജമാക്കി. നഗരസഭ ചെയർപേഴ്സൺ P ഷാജി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിനു സമീപം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ദേശീയപാതയിൽ നിന്നും കോട്ടോപ്പാടം റോഡിലേക്കും തിരിച്ചും ഒരേ സമയം വാഹനങ്ങൾ തിരിയുന്നതും വരുന്നതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്ത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.